ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സ്കിപ്പ് എ ബീറ്റ് എന്ന ഡ്രാമയുടെ ഫൈനൽ പാർട്ടുമായിട്ടാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഓടിപ്പോയിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോകാം. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് നെക്സ്റ്റ് സീനില് നമ്മുടെ ഹീറോയിൻ നേരെ ഫ്രണ്ടിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. എന്നിട്ട് ഹോസ്പിറ്റലിൽ നടന്ന കാര്യങ്ങളെല്ലാം ഫ്രണ്ടിന്റെ അടുത്ത് തുറന്നു പറയും. അപ്പോ ഗൂവിന്റെ ഭാഗത്ത് ഒരു തെറ്റും ഇല്ലാന്ന് മനസ്സിലായില്ലേ, ഇനി എന്താ നീ തീരുമാനിക്കാൻ പോകുന്നതെന്ന് ഫ്രണ്ട് അപ്പൊ തന്നെ നമ്മുടെ ജിന്നിന്റെ അടുത്ത് ചോദിക്കും. ഞാൻ എന്തായാലും ഗൂവിന് ഒരു സെക്കൻഡ് ചാൻസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. അവനിപ്പോ പണ്ടത്തെ പോലെയൊന്നുമല്ല, എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എന്തായാലും സെക്കൻഡ് ചാൻസ് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണെന്ന് പറയും. എന്തായാലും നല്ല കാര്യം, നിങ്ങൾ നല്ല രീതിയിൽ ജീവിച്ചാൽ മാത്രം മതി, എനിക്കത് കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഫ്രണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് സംസാരിക്കും. ഇവര് രണ്ടുപേരും കൂടി സംസാരിക്കുന്നത് നമ്മുടെ സൂജുവാൻ കേൾക്കുന്നുണ്ട്. പുള്ളിക്കാരന് വല്ലാത്ത ജലസൊക്കെ ആകും. ഗോവും ജിന്നും കൂടി ഒരുമിക്കരുത് എന്നാണ് നമ്മുടെ സൂജുവാന്റെ ആഗ്രഹം. ജിന്നിന്റെ അടുത്ത് വല്ലാത്തൊരു സ്നേഹമൊക്കെ നമ്മുടെ സൂജുവാന് തോന്നി തുടങ്ങിയിട്ടുണ്ട്. അതാണ് മെയിൻ ആയിട്ടുള്ള റീസൺ. അതേ ടൈം ഹീറോനെ കാണാനായിട്ട് ഫ്രണ്ട് വരും. ഫ്രണ്ട് വന്നിട്ട് നീ ഇപ്പൊ ചെയ്തോണ്ടിരുന്ന ആ ഒരു പ്രോജക്റ്റ് ഇല്ലേ, നിന്റെ ഫാദർ സൂജുവാനായിട്ട് കൊടുത്തു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോന് ഇഷ്ടപ്പെടില്ല. അതെന്തിനാണ് സൂജുവാന് കൊടുത്തത്, ഞാനല്ലേ ആ പ്രോജക്റ്റ് ചെയ്തോണ്ടിരുന്നത്, അപ്പൊ പിന്നെ അവന് കൊടുക്കേണ്ട ആവശ്യം എന്താന്ന് ഇങ്ങനെ ചോദിക്കും. അല്ല, നിനക്കിപ്പോ വയ്യാണ്ടിരിക്കല്ലേ, ചിലപ്പോ അതുകൊണ്ടായിരിക്കും ആ പ്രോജക്റ്റ് നിന്റെ അച്ഛൻ സൂജുവാന് കൊടുത്തത്. എന്തായാലും അതിലൂടെ അവന് ഒരുപാട് ലാഭമൊക്കെ ഉണ്ടാക്കാൻ പറ്റുമെന്ന് അറിയും. അങ്ങനെ തന്നെ ഓഫീസിലുള്ള സൂജുവാനെ കാണിക്കാണ്. ഇവരുടെ ബിസിനസ് പാർട്ട്ണറിന്റെ കൂടെ സംസാരിച്ച് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ പ്രോജക്റ്റില് ഇനി മുതൽ ഞാനായിരിക്കും വർക്ക് ചെയ്യാൻ പോകുന്നത്. ഗു തിരിച്ചു വരാനുള്ള ചാൻസ് ഇല്ല, അവൻ ഇനി ശരിയായിട്ടൊക്കെ വരണ്ടേ. ഇനി നമുക്ക് ഇതിനെ കുറിച്ചുള്ള ബിസിനസ് ഡീലിങ്സ് ഒക്കെ സംസാരിക്കാന്നും പറഞ്ഞ് നേരെ ഓഫീസ് റൂമിലേക്ക് കയറി ചെല്ലും. അവിടെ ചെല്ലുമ്പോഴോ നമ്മുടെ ഹീറോ റെഡി ആയിട്ടിരിക്കായിരിക്കും. ഈ പ്രോജക്റ്റിൽ നിന്ന് ഞാൻ മാറിയിട്ടൊന്നുമില്ല, എന്റെ ബ്രദറും ഈ പ്രോജക്റ്റുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ല, ഞാൻ തന്നെയായിരിക്കും ഈ പ്രോജക്റ്റ് എടുത്ത് നടത്താൻ വേണ്ടി പോകുന്നത്. എന്തായാലും താങ്കൾ ഇവിടം വരെ വന്നില്ലേ, നമുക്ക് ഇതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കാന്നും പറഞ്ഞിട്ട് ആ പാർട്ട്ണറിനെയും കൂട്ടി നമ്മുടെ ഹീറോ അവിടെ നിന്ന് പോകും. ഇതാണെങ്കിൽ ആ സൂജുവാൻ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. ഇവൻ ഇതെന്ത് പറ്റി, ഇവൻ എങ്ങനെയാ ഇവിടെ വന്നത്, അവന് വയ്യാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ആക്ച്വലി ഹീറോന് വയ്യ, പരിക്കൊന്നും ഭേദമൊന്നും ആയിട്ടില്ല. സൂജുവാൻ ഈ പ്രോജക്റ്റ് എടുത്ത് നടത്താൻ വേണ്ടി പോവാണെന്ന് അറിഞ്ഞ ആ ഒരു ഫ്രസ്ട്രേഷന്റെ പുറത്താണ് പുള്ളിക്കാരൻ ഓഫീസിലേക്ക് വന്നിട്ടുള്ളത്. ഹീറോ ഇങ്ങനെ ഓഫീസിലേക്ക് വന്ന കാര്യം ജിന്നറിഞ്ഞിട്ട് നേരെ ഹീറോനെ കാണാനായിട്ട് വരും. വന്ന ഉടനെ തന്നെ ഒരുപാട് ചീത്തയൊക്കെ പറയും. എന്തിനാ നീ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്, നിന്റെ പരിക്കൊന്നും ഭേദമായിട്ടില്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പൊ തന്നെ ഹീറോ, അത് വേറൊന്നുമല്ല, ഈ പ്രോജക്റ്റ് എന്റെ കൈവിട്ട് പോവാൻ പാടില്ല, അതുകൊണ്ടാണ് നമ്മുടെ എംപ്ലോയീസ് ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ചിലപ്പോ ഞാൻ ഇവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ അവരുടെ ഹാർഡ് വർക്ക് ഒക്കെ വേസ്റ്റ് ആയി പോയേനെ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയും. എന്നാലും ഹീറോയിൻ സമ്മതിക്കാണ്ട് ഒരുപാട് ചീത്തയൊക്കെ പറയും. അപ്പൊ തന്നെ ഹീറോ, എന്തായാലും നീ ചീത്ത പറയുന്നതൊന്ന് നിർത്ത്, നിനക്ക് അത്രക്ക് സങ്കടം ഉണ്ടെങ്കിൽ ഇന്ന് നൈറ്റ് മുഴുവനും എന്റെ കൂടെ ഇരുന്ന് എന്നെ നന്നായിട്ട് നോക്കിയാൽ മതി, അപ്പോ നിന്റെ സങ്കടമൊക്കെ മാറും. എന്താ എന്റെ കൂടെ ഇരിക്കുവാന്ന് ഇങ്ങനെ ചോദിക്കുമ്പോ ഹീറോയിന് ഭയങ്കര ഹാപ്പി ആയിട്ട് ഓക്കെ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയിന്റെ ഫ്രണ്ട് അവിടെ നിന്ന് ദേഷ്യത്തിൽ ഇറങ്ങി പോകും. ഇത് കാണുമ്പോ ഹീറോയിന് വല്ലാണ്ടാവുന്നുണ്ട്. അപ്പൊ തന്നെ ഹീറോ, യുന്നിന്റെ പേരിൽ നീ കൊടുത്തിട്ടുള്ള കേസ് പിൻവലിക്കാത്തതിന്റെ ദേഷ്യമാണ് അവന്, അല്ലാണ്ട് വേറൊന്നുമില്ല, കുറച്ച് കഴിയുമ്പോ എല്ലാം ഓക്കെ ആയിക്കോളും. പിന്നെ ഒരു കാര്യവും കൂടിയുണ്ട്, സൂജുവാനാണ് നീ പ്രഗ്നന്റ് ആണെന്ന് യുന്നിന്റെ അടുത്ത് പറഞ്ഞതെന്ന് പോലീസുകാർ ചോദ്യം ചെയ്തപ്പോ യുന്നു പറഞ്ഞായിരുന്നു എന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിൻ ആണെങ്കിൽ വിശ്വസിക്കുന്നില്ല. അങ്ങനെയൊന്നും ആയിരിക്കില്ല, യുന്നു നുണ പറഞ്ഞതായിരിക്കും, സൂജുവാൻ എന്റെ അടുത്ത് അങ്ങനെ ഒന്നും ചെയ്യില്ല എന്ന് തന്നെ പറയും. നീ എന്തായാലും വിഷമിക്കണ്ട, എല്ലാവരും മാറും, ചിലപ്പോ സൂജുവാനും മാറിയിട്ടുണ്ടാകുമെന്നും പറഞ്ഞിട്ട് ഹീറോയിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ആ ഒരു റിങ് ഒരു മാലയിൽ കോർത്ത് ഹീറോന്റെ കഴുത്തിൽ തന്നെ ഇട്ടിട്ടുണ്ടാവുമല്ലോ, ആ ഒരു മാല ഊരിയിട്ട് ഹീറോയിന്റെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് സീനില് നമ്മുടെ ഹീറോയിൻ നേരെ സൂജുവാനെ കാണാനായിട്ട് ചെല്ലും. സൂജുവാനാണെങ്കിൽ അജിനെ കണ്ട ഉടനെ തന്നെ, നീ ഇപ്പോ എന്റെ അടുത്ത് ഒന്നും സംസാരിക്കണ്ട, നീ എന്റെ കൂടെ ഒരു സ്ഥലം വരെ വരണോന്ന് പറയും. അല്ല, ഞാൻ എന്തിനാ നിങ്ങളുടെ കൂടെ വരുന്നതെന്ന് ജിന്നപ്പ തന്നെ ചോദിക്കും. ഇന്നേ എന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി ആണ്, എനിക്ക് അമ്മേനെ കാണാനായിട്ട് പോകണം, കൂടെ നീയും കൂടി വരണോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അതേ ടൈം ഹീറോനെ കാണിക്കാണ്. ഹീറോ ഇപ്പോ ചെയ്യാൻ പോകുന്ന ആ പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് ഹീറോന്റെ ഫോണിലേക്ക് നമ്മുടെ ഹീറോയിന്റെ ഫോട്ടോ ആരോ സെൻഡ് ചെയ്യും. ദേ, ഈ പെണ്ണിനെ ഞങ്ങളിപ്പോ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ട്, ഇവളെ ജീവനോട് കൂടി തിരിച്ച് നിനക്ക് കിട്ടണമെങ്കിൽ നീ ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് പബ്ലിക് ആക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ ഇവളെ കൊന്നുകളയോന്ന് ഇങ്ങനെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ള ഒരു മെസ്സേജും കൂടി വരും. ഈ ഒരു മെസ്സേജ് കണ്ട ഉടനെ തന്നെ ഹീറോ ഫ്രണ്ടിന്റെ അടുത്തേക്ക് ഓടിച്ചെല്ലും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റ് എത്രയും പെട്ടെന്ന് തന്നെ
സോഷ്യൽ മീഡിയയിലൂടെ പബ്ലിക് ആക്കാനായിട്ട് പറയും. ഫ്രണ്ടിന് ഇത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല. നീ എന്തിനാണ് ജിന്നിന് വേണ്ടിയിട്ട് ഇത്രയും വലിയ പ്രോജക്ട് കുളമാക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് വേറെ വഴിയില്ല, എനിക്ക് ജിന്നിനെ ജീവനോട് കൂടി വേണം, അവളില്ലാത്ത ലോകത്ത് എനിക്ക് ജീവിക്കാനും പറ്റില്ല, എനിക്ക് ഇതേ ഉള്ള ഒരു വഴി, നീ എത്രയും പെട്ടെന്ന് ഞാൻ പറയുന്ന പോലെ ചെയ്യുന്നു പറഞ്ഞിട്ട് നമ്മുടെ ഹീറോ നേരെ എംപ്ലോയീസിന്റെ അടുത്തേക്ക് ചെല്ലും. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റിന്റെ ഐഡിയ ഇപ്പൊ ഞങ്ങള് പബ്ലിക് ആക്കാൻ വേണ്ടി പോവാണ്. എനിക്ക് ജിന്നിനെ തിരിച്ചു വേണം, അതിന് വേണ്ടിയിട്ട് നിങ്ങളും എന്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മളിപ്പോ പെട്ടെന്ന് തന്നെ പുതിയൊരു പ്രോജക്ട് ചെയ്തു തുടങ്ങണോന്ന് ഇങ്ങനെ പറയും. അതേ ടൈം സുജുവാനെയും ജിന്നിനെയും കാണിക്കാണ്. ഇവര് സുജുവാന്റെ അമ്മയുടെ ആ ഒരു കല്ലറയൊക്കെ കണ്ടിട്ട് തിരിച്ചിറങ്ങി വരുന്ന ടൈമിന് നമ്മുടെ ഹീറോയിൻ ഞാൻ ഗുവിനെ മാരേജ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് സുജുവാന്റെ അടുത്ത് പറയും. സുജുവാനാണെങ്കിൽ ഇത് കേട്ടിട്ട് ഒട്ടും ഇഷ്ടപ്പെടില്ല. നീ എന്തിനാണ് അവനെ മാരേജ് ചെയ്യുന്നത്? നമ്മളിങ്ങനെ പിരിഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ തന്നെ ഗുവിന്റെ ഫാമിലിയാണ്. നീ എന്തിനാണ് വീണ്ടും അവരുടെ ഇടയിലേക്ക് തന്നെ പോകുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹീറോയിനൊട്ടും ഇഷ്ടപ്പെടില്ല. നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിന്റെ ഈ സംസാരത്തിലൂടെ തന്നെ എനിക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട് നീ എന്റെ കൂടെ നിൽക്കുന്നത് ഗുവിന്റെ ഫാമിലിയുടെ അടുത്ത് റിവെഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്ന്. എന്നാ അതിന് വേണ്ടിയിട്ടല്ലേ നീ യൂസ് ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ടല്ലേ നീ എന്റെ അടുത്ത് കൂടുതലായിട്ട് ഇടപഴകുന്നത്? എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇനി നീ എന്റെ അടുത്ത് സംസാരിക്കാൻ പോലും വരരുതെന്നും പറഞ്ഞ് ഹീറോയിൻ ഭയങ്കര ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകും. അതേ ടൈമിന് ഹീറോന്റെ അടുത്ത് അവിടെയുള്ള ഒരു എംപ്ലോയി വന്നിട്ട്, സാർ, നമ്മള് നേരത്തെ ചെയ്ത പ്രോജക്ട് പബ്ലിക് ആക്കിയിട്ടില്ല, നമ്മളിപ്പോ പുതിയ ഒരു പ്രോജക്ട് ചെയ്തില്ലേ, അതാണ് പബ്ലിക് ആക്കിയതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോന് ഭയങ്കര ഷോക്ക് ആകും. അതേ ടൈം ഇങ്ങനെ പ്രോജക്ട് പബ്ലിക് ആക്കിന്ന് അറിഞ്ഞിട്ട് ഹീറോന്റെ ഫാദർ ഹീറോനെ വീട്ടിലേക്ക് വിളിപ്പിക്കും. ഹീറോ വന്ന ഉടനെ തന്നെ ഒരുപാട് അടിക്കുകയൊക്കെ ചെയ്യും. നീ എന്തിനാ ഇങ്ങനെയൊക്കെ കാണിച്ചത്? നീ കാരണം എത്ര രൂപയുടെ നഷ്ടമാണ് വന്നതെന്ന് നിനക്കറിയാമോ? കോടികളാണ് നമുക്ക് നഷ്ടമെന്നും പറഞ്ഞിട്ട് ഒരുപാട് തല്ലും. ഹീറോയാണെങ്കിൽ സമാധാനത്തില്, ജിന്നിനെ ആരോ ഒരാള് കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി, ഈ പ്രോജക്ട് പബ്ലിക് ചെയ്യാൻ വേണ്ടിയിട്ട് അയാളാണ് എന്റെ അടുത്ത് പറഞ്ഞത്, എനിക്ക് ജിന്നിനെ രക്ഷിക്കാനായിട്ട് വേറൊരു വഴിയൊന്നും കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പബ്ലിക് ആക്കിയതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഫാദറിന് വീണ്ടും ദേഷ്യം കയറും. കേവലം ഒരു പെണ്ണിന് വേണ്ടിയിട്ട് നീ എന്റെ കോടിക്കണക്കിന് രൂപയാണ് നഷ്ടമാക്കിയതെന്നും പറഞ്ഞിട്ട് ഒരുപാട് ചീത്തയൊക്കെ പറഞ്ഞോണ്ടിരിക്കും. ആ ടൈമിലാണ് ഇതൊക്കെ കേട്ടിട്ട് സൂജുവാൻ അങ്ങോട്ടേക്ക് വരുന്നത്. എന്ത്, ജിന്നിനെ ആര് കിഡ്നാപ്പ് ചെയ്തു? ജിന്നിനെ ആരും കിഡ്നാപ്പ് ഒന്നും ചെയ്തിട്ടില്ല, അവള് എന്റെ കൂടെ ഉണ്ടായത് എന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി ആണ്, ഞാനും അവളും കൂടി എന്റെ അമ്മേനെ കാണാൻ വേണ്ടിട്ട് ഒരു മലമുകളിലേക്ക് പോയായിരുന്നു എന്ന് ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ഹീറോന് ഭയങ്കര ടെൻഷൻ ആകും. അപ്പൊ ജിന്നിന്റെ കൂടെയാണ് ഉണ്ടായിരുന്നത്, അപ്പൊ ഞാൻ അവളെ വിളിച്ചിട്ട് കോളാണെങ്കിൽ റീച്ച് ആവുന്നുണ്ടായിരുന്നില്ലല്ലോ, അതെന്തുകൊണ്ടാണെന്ന് ഇങ്ങനെ ചോദിക്കും. അതോ, ഞങ്ങളൊരു മൗണ്ടൈൻ ഏരിയ അല്ലേ, ചിലപ്പോ അവിടെ റേഞ്ച് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ നിന്റെ കോള് വന്നാ ജിന്ന് എടുക്കാണ്ടിരിക്കില്ല, ഉടനെ തന്നെ എടുക്കില്ലേന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹീറോന് വല്ലാണ്ട് ടെൻഷൻ ആകും. ഇവനും എന്തോ ചെയ്തിട്ടുണ്ട്, ഇവനും കൂടി അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ എന്തോ പ്ലാൻ നടന്നിട്ടുള്ളതെന്നും പറഞ്ഞ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. സുജുവാന്റെ ദുരുദ്ദേശം ഒന്നും ഫാദറിന് അറിയില്ലല്ലോ. ഫാദർ ആണെങ്കിൽ ഭയങ്കര ദേഷ്യത്തില്, ഇനി നീ കമ്പനിയുടെ സൈഡിലേക്ക് പോലും വരാൻ പാടില്ല, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോയിക്കോണം, അവിടെ പോയിട്ട് അവിടെയുള്ള ജോലി നോക്കിയാൽ മതി എന്നും പറഞ്ഞ് ഭയങ്കര ദേഷ്യത്തിൽ പറയും. ഇത് കേൾക്കുമ്പോ അമ്മക്കാണ് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നത്. വേണ്ട, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്കൊന്നും എന്റെ മകൻ അഴക്കണ്ട, അവൻ നമ്മുടെയും കൂടി മകനല്ലേ, എന്തിനാ അങ്ങോട്ടേക്ക് അഴക്കുന്നേന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് കെഞ്ചും. പക്ഷേ അച്ഛനാണെങ്കിൽ സമ്മതിക്കാണ്ട് ഇത്തിരി സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ, ഞാൻ പറഞ്ഞതാണ്, ഗു ഇനി കമ്പനിയിലേക്ക് വരണ്ട, കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് പോകട്ടെ, അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കിക്കോട്ടെ, കമ്പനി കാര്യങ്ങളൊക്കെ ഇനി സുജുവാൻ നോക്കിക്കോളൂ എന്ന് പറയും. ഇതും കേട്ട് ഭയങ്കര സങ്കടത്തില് ഹീറോ നേരെ ഹീറോയിനെ കാണാനായിട്ട് ചെല്ലും. ഹീറോയിനാണെങ്കിൽ ഹീറോയിനെ കണ്ട ഉടനെ തന്നെ ഓടി വന്ന് ഹഗ് ചെയ്യും. ഞാൻ നിന്നെ ഒരുപാട് സ്ഥലത്ത് അന്വേഷിച്ചു, ഇപ്പൊ നിന്നെ നേരിട്ട് കണ്ടപ്പോഴാണ് എനിക്ക് സമാധാനമായതെന്ന് നമ്മുടെ ഹീറോ ഇങ്ങനെ പറയും. സോറി ഗു, ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞിട്ട് വേണമായിരുന്നു സുജുവാന്റെ കൂടെ പോവാൻ, നീ എന്റെ അടുത്ത് ക്ഷമിക്കും, ഞാൻ ഇനി ഇങ്ങനെ ഒന്നും ചെയ്യില്ല എന്നും പറഞ്ഞിട്ട് ഹീറോയിനും സോറിയൊക്കെ പറയും. അങ്ങനെ റൂമിലേക്ക് പോയിരുന്നിട്ട് അവിടെ നടന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോയിന്റെ അടുത്ത് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിനും ചെറിയ രീതിയിൽ ഷോക്കാകും. സുജുവാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല, എന്നാലും എനിക്ക് ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അവന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി കൂടി ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ സുജുവാന്റെ കൂടെ പോയത്, സുജുവാൻ ഇത്രക്ക് മാറിപ്പോകുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിങ്ങനെ പറയും. എന്തായാലും പോട്ടെ, ഞാൻ ഇനി എന്ത് ചെയ്യും, അതാണ് ഞാനിപ്പോ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്റെ കമ്പനിയും കൂടി എന്റെ കൈവിട്ടു പോയി, എന്റെ ഫാദർ ഇപ്പോ മുഴുവനായിട്ട് സുജുവാനെ വിശ്വസിക്കുന്നുണ്ട്, ആ കമ്പനി സുജുവാനായിട്ട് ഇപ്പോ ഏൽപ്പിച്ചു കൊടുത്തേക്കുവാണെന്ന് ഇങ്ങനെ പറയും. നീ എന്തായാലും വിഷമിക്കണ്ട, സുജുവാന്റെ ഉള്ളിലുള്ള വിഷം എന്തായാലും കുറച്ചു നാൾ കഴിയുമ്പോ നിന്റെ ഫാദറിന് മനസ്സിലാകും, അപ്പൊ നിന്റെ അടുത്തേക്ക് തന്നെ എല്ലാം തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനും നമ്മുടെ ഗുവിനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മുടെ ഹീറോയിനും കൂടെ നേരെ ഓഫീസിലേക്ക് വരും. വന്ന ഉടനെ തന്നെ സ്റ്റാഫിന്റെ അടുത്ത് നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാനുണ്ട്, എല്ലാവരും ഇപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ മീറ്റിംഗ് റൂമിലേക്ക് വരാൻ പറയും. അപ്പൊ തന്നെ അവിടെയുള്ള ഒരു സ്റ്റാഫ്, സാർ, നിങ്ങളല്ലല്ലോ ഇവിടുത്തെ CEO,
ഇപ്പോ സൂജുവാനല്ലേ, അപ്പോ ആ സാറ് പറയുന്നത് മാത്രമേ ഞങ്ങൾക്ക് കേൾക്കാനായിട്ട് സാധിക്കുള്ളൂ എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ രണ്ടുപേർക്കും ഭയങ്കര ഷോക്കാകും. അങ്ങനെ തന്നെ നേരെ സൂജുവാനെ കാണാനായിട്ട് ചെല്ലും. ഹീറോനെ കണ്ട ഉടനെ തന്നെ, അല്ല നീ എന്തിനാണ് ഈ വശത്തേക്ക് വന്നത്? നിനക്ക് കൺസ്ട്രക്ഷൻ സൈറ്റിലല്ലേ വർക്ക്, നിനക്ക് അങ്ങോട്ടേക്ക് പോയിക്കൂടെ? ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്തായാലും നിന്റെ ഫാദർ തന്നെയാണ് എന്നെ ഈ പൊസിഷനിലേക്ക് കൊണ്ടുവന്നിരുത്തിയേക്കുന്നതെന്ന് ഭയങ്കര പെരുമയോടുകൂടി പറയും. അതുമല്ലാണ്ട് ഹീറോയിനെ നോക്കിയിട്ട്, ഇനി നീ എന്തിനാണ് ഈ ഗുവിന്റെ കൂടെ പോകുന്നത്? അവൻ ഇനി മുതലേ ആ കൺസ്ട്രക്ഷൻ സൈറ്റിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഞാനാണ് ഇവിടുത്തെ CEO. നിനക്ക് എന്റെ കൂടെ തന്നെ വന്നൂടെ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹീറോയിന് ഭയങ്കര ടെൻഷൻ ആകും. നീയേ ഭയങ്കര ചീപ്പാണ്. നിന്റെ അമ്മയുടെ ഡെത്ത് ആനിവേഴ്സറി കൂടി നീ യൂസ് ചെയ്ത് എന്നെ കിഡ്നാപ്പ് ചെയ്തു എന്ന് നീ വരുത്തി തീർത്ത്, അങ്ങനെയാണ് നീ ഈ ഒരു പൊസിഷനിലേക്ക് വന്നിട്ടുള്ളത്. എനിക്കറിയാം, നിന്നെ പോലുള്ള ചീപ്പായിട്ടുള്ള ഒരാളാ ഞാൻ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല എന്നും പറഞ്ഞിട്ട് കൈനീട്ടി നമ്മുടെ സൂജുവാൻ അടിക്കും. ഇത് കണ്ടിട്ട് സൂജുവാനും ടെൻഷനാകും. നീ എന്തുകൊണ്ടാണ് എന്നെ ചീപ്പ് എന്ന് വിളിക്കുന്നത്? ഞാൻ അത്രക്ക് ചീപ്പൊന്നുമല്ല. നമ്മൾ പിരിഞ്ഞു പോകാനുള്ള മെയിൻ റീസൺ തന്നെ ഇവനല്ലേ. അപ്പൊ ഇവനല്ലേ ചീപ്പ് എന്ന് ഇങ്ങനെ ചോദിക്കും. അതൊക്കെ കഴിഞ്ഞു, അതൊക്കെ പണ്ട് കഴിഞ്ഞതല്ലേ, അതൊക്കെ ഞാൻ അപ്പോഴേ വിട്ട്. നീ അതും പറഞ്ഞ് ഇപ്പോഴും റിവെഞ്ച് എടുക്കാനായിട്ട് നടക്കുവല്ലേ, അപ്പൊ നീയല്ലേ ചീപ്പ്, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഹീറോനെയും കൂട്ടി ഹീറോയിൻ അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് സീനില് നമ്മുടെ ഹീറോ നേരെ കൺസ്ട്രക്ഷൻ സൈറ്റിൽ പോയി അവിടെയുള്ള വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കും. ഇത് കാണുന്ന ഹീറോന്റെ അമ്മക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടം വരും. അങ്ങനെ തന്നെ ഹീറോന്റെ അടുത്തേക്ക് ചെന്ന് നിന്നിട്ട്, മതിയടാ, ഇനി നീ ഇവിടത്തെ വർക്കൊന്നും ചെയ്യണ്ട, ഇതൊക്കെ ഇവിടെ വിട്, വാ നമുക്ക് വീട്ടിലേക്ക് പോവാ, നമുക്ക് അച്ഛന്റെ അടുത്ത് ചെന്ന് സംസാരിക്കാം, കയ്യിലോ കാലിലോ വീണ് നമുക്ക് തിരിച്ച് കമ്പനിയിലേക്ക് തന്നെ പോകാം, നീയും ഒരുപാട് ആ കമ്പനിക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടുള്ളതല്ലേ, എന്തായാലും നീ വിടടാ, വാ നമുക്ക് പോവാന്നും പറഞ്ഞിട്ട് ഭയങ്കര സങ്കടത്തിൽ വിളിക്കും. അമ്മ പേടിക്കണ്ട, ഞാൻ എന്തായാലും ഇവിടുത്തെ വർക്കൊക്കെ തീർത്തിട്ടേ വരുന്നുള്ളൂ. അച്ഛൻ എന്നെ വിശ്വസിച്ച് എനിക്കായിട്ട് തന്ന ജോബല്ലേ, അത് ഞാനപ്പോ ക്ലിയർ ആയിട്ട് ചെയ്യണ്ടേ, എന്നാലല്ലേ അച്ഛനും എന്റെ അടുത്ത് ഒരു വിശ്വാസം വരുള്ളൂ. ഇതും പറഞ്ഞ് എന്നാലല്ലേ എനിക്ക് കമ്പനിയും തിരിച്ചു പിടിക്കാനായിട്ട് പറ്റുള്ളൂ. അമ്മ അതൊന്ന് ആലോചിച്ച് നോക്ക്, ഞാൻ എന്തായാലും ഈ വർക്കൊക്കെ തീർത്തിട്ട് തിരിച്ചു വരാന്ന് ഭയങ്കര സ്മൈലി ഫേസോട് കൂടി തന്നെ പറയും. ഹീറോന്റെ ഇത്തരത്തിലുള്ള ഒരു മാറ്റമൊക്കെ കണ്ടിട്ട് അമ്മക്കും ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. അപ്പൊ ഹീറോയിനും വന്ന്, പണ്ടത്തെ പോലെയല്ല ഗു, ഒരുപാട് മാറ്റങ്ങൾ ഗുയിലും വന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ പറയും. എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അവന്റെ ലൈഫില് ഫസ്റ്റ് പ്രയോറിറ്റി അവന്റെ കമ്പനിക്ക് മാത്രമേ കൊടുക്കുമായിരുന്നുള്ളൂ. ഇപ്പോ അച്ഛന്റെ ഒരേ ഒരു വാക്കിന് വേണ്ടിട്ട് ഇവിടെ വന്ന് വർക്ക് ചെയ്യുന്നു, അതും സ്മൈലി ഫേസോട് കൂടി വർക്ക് ചെയ്യുമ്പോ എനിക്കും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യം കൂടി എനിക്ക് നന്നായിട്ട് അറിയാം, നിന്നെ അവന് ഒരുപാട് ഇഷ്ടമാണ്. നിന്നെ അവൻ സ്നേഹിക്കുന്നതിലും ഒരുപാട് ഉപരിയായിട്ട് നീയും അവനെ സ്നേഹിക്കണം, ഒരിക്കലും അവനെ കൈവിട്ട് കളയരുതെന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ അവിടെ നിന്ന് പോകും. അങ്ങനെ അന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞിട്ട് ഹീറോ നേരെ വീട്ടിലേക്ക് വരും. ഇവൻ എന്തായാലും ബോഡി പെയിൻ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി ഹീറോയിൻ ബാമൊക്കെ എടുത്തിട്ട് ഹീറോന്റെ പെടലിക്കൊക്കെ ഇങ്ങനെ പെരട്ടി കൊടുത്തോണ്ടിരിക്കും. അതിനിടയിൽ നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു റിങ് കാണും. ഇത് കാണുമ്പോ ഭയങ്കര ഹാപ്പി ആകും. അപ്പൊ നീ ഇത് നീ വിരലിലിട്ടോ, നീ അപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്തോന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് ഈ ഡിസൈൻ ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ടാണ് ഞാൻ ഈ റിങ് കയ്യിലിട്ടതെന്ന് ഇങ്ങനെ പറയും. ദേ, ഈ റിങ് കയ്യിലിട്ടാ എന്താണ് അർത്ഥമെന്ന് നിനക്കറിയാമല്ലോ, ഇനി ഇത് ഒരിക്കലും ഊരാൻ പാടില്ല, നീ എന്നെ അക്സെപ്റ്റ് ചെയ്തു, അതാണ് അതിന്റെ അർത്ഥം, നീ ഒരിക്കലും റിങ് ഊരരുതെന്ന് ഇങ്ങനെ പറയും. ഇല്ല, ഞാൻ ഊരില്ല, ഞാൻ നിനക്ക് സെക്കൻഡ് ചാൻസ് തരാന്ന് വിചാരിച്ചു എന്ന് ഇങ്ങനെ പറയും. അങ്ങനെ ഹാപ്പി ആയിട്ട് അവരന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ഇവരെ കാണാനായിട്ട് ഹീറോന്റെ അമ്മ വീട്ടിലേക്ക് വരും. അല്ല, നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അതറിഞ്ഞിട്ട് പോവാനായിട്ടാണ് ഞാൻ വന്നത്, നീ തിരിച്ച് കമ്പനിയിലേക്ക് വരുന്നില്ലെന്ന് ഹീറോനെ നോക്കി അമ്മ ഇങ്ങനെ ചോദിക്കും. ഇല്ലമ്മ, ഞാൻ തൽക്കാലത്തേക്ക് അങ്ങോട്ടേക്ക് വരുന്നില്ല എന്നാ തീരുമാനിച്ചത്. ഞാനും ജിന്നും കൂടി പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് അത് റൺ ചെയ്തുകൊണ്ട് പോവാന്നാണ് ഞങ്ങൾ രണ്ടും കൂടി ഇപ്പോ തീരുമാനിച്ചിരിക്കുന്നതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ അമ്മക്ക് ഭയങ്കര ഹാപ്പി ആകും. എന്തായാലും നിങ്ങൾ ഓണായിട്ടൊരു ബിസിനസ് ചെയ്യാൻ വേണ്ടി പോവല്ലേ, നന്നായി, നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനും ഹെൽപ്പ് ചെയ്യാന്നിങ്ങനെ പറയും. അതേ ടൈമിനാണ് ഹീറോയിന്റെ അമ്മ വീട്ടിലേക്ക് വരുന്നത്. കോളിംഗ് ബെൽ അടിക്കുമ്പോ വാതിൽ വന്ന് തുറക്കുന്നതോ നമ്മുടെ ഹീറോന്റെ അമ്മയായിരിക്കും. അല്ല, നിങ്ങൾ ആരാണ്? ഇതെന്റെ മകളുടെ വീടാണ്, ഇവിടെ നിങ്ങൾക്ക് എന്താ കാര്യമെന്ന് ഇങ്ങനെ ചോദിക്കും. അമ്മയാണെങ്കിൽ, അതോ ഞാൻ നിങ്ങളുടെ മകളുടെ ഫ്യൂച്ചറിലെ അമ്മായിയമ്മയാണെന്ന് ഇങ്ങനെ പറയും. ഇത് കേട്ടിട്ട് ഹീറോയിന്റെ അമ്മക്കും ഷോക്കാകും. ഇപ്പൊ അകത്തേക്ക് കയറി വന്നിരുന്നിട്ട് നമ്മുടെ ഹീറോയിന്റെ അടുത്ത്, അല്ല, നീ ഈ പയ്യനെയാണോ ലവ് ചെയ്യുന്നത്? ഇവനെയാണോ മാരേജ് ചെയ്യാൻ പോകുന്നെന്ന് പറയുന്നത്? അന്ന് നീ എന്റെ അടുത്ത് എന്താ പറഞ്ഞത്? ഇവൻ കൊള്ളില്ല, ഇവൻ നിന്നെ ഒരുപാട് ബുള്ളി ചെയ്യുന്നു എന്നൊക്കെയല്ലേ, എന്നിട്ട് നീ ഇവനെ എങ്ങനെ മാരേജ് ചെയ്യൂന്ന് ഇങ്ങനെ ചോദിക്കും. ഇത് കേൾക്കുമ്പോ ഹീറോന്റെ അമ്മക്ക് ഇഷ്ടപ്പെടില്ല. അല്ല, നിങ്ങൾ ആരാണ് എന്റെ മുമ്പിൽ വെച്ച് തന്നെ എന്റെ മകനെ കുറ്റം പറയുന്നു എന്നും ചോദിച്ച് ഹീറോയിന്റെ അമ്മയുടെ അടുത്ത് വഴക്കിടാനായിട്ടൊക്കെ ചെല്ലും. ഇത് കാണുമ്പോ ഹീറോന് ഭയങ്കര പേടിയാകും. അങ്ങനെ തന്നെ അമ്മേനെ വിളിച്ചിട്ട്, അമ്മ ഒന്നിങ്ങ് വന്നേ, എനിക്ക് കുറച്ച് കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് അമ്മേനെയും കൂട്ടി പുറത്തേക്ക് പോകും. അമ്മ, വെറുതെ അവളുടെ അമ്മയുടെ അടുത്ത് നിങ്ങൾ വഴക്കിടാൻ ചെല്ലല്ലേ, അങ്ങനെ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ജിന്നിനെ എനിക്ക് അവര് മാരേജ് ചെയ്ത് തരില്ല, പ്ലീസ് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുന്ന ഇങ്ങനെ പറയൂ. ഒന്ന് പോടാ, എന്റെ മുൻപിൽ വെച്ച് എന്റെ മകനെ കുറ്റം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രതികരിച്ചത്. പിന്നെ ജിന്നിന്റെ കാര്യം, ജിന്നിനെ അവര് മാരേജ് ചെയ്ത് തന്നില്ലെങ്കിൽ എന്താ, നിന്റെ കൂടെ അമ്മയില്ലേ, ഞാൻ എങ്ങനെയെങ്കിലും അവളെ കറക്റ്റ്
സെലക്ട് ചെയ്ത് നിനക്ക് മാരേജ് ചെയ്ത് തരാം, അതുപോലെ എന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും. അതേ ടൈം ഹീറോയിന്റെ അടുത്ത് ഹീറോയിന്റെ അമ്മ, നീയല്ലേ പറഞ്ഞത് അവൻ നിന്നെ ഒരുപാട് ബുള്ളി ചെയ്തിട്ടുണ്ടെന്ന്, എന്നിട്ട് നീ എന്തിനാണ് അവനെ മാരേജ് ചെയ്യാൻ പോകുന്നത്? അതുമല്ലാണ്ട് അവൻ ഭയങ്കര പണക്കാരനുമാണ്, നിനക്ക് അവൻ സെറ്റ് ആവില്ല മോളെ, നീ ഒന്ന് മനസ്സിലാക്കുന്ന ഇങ്ങനെ പറയും. ഹീറോയിൻ ആണെങ്കിൽ ഇല്ല, ഹീറോ പഴയ പോലെയൊന്നും അല്ല, അവൻ എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എനിക്കും ഗൂന ഒരുപാട് ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയും. നീ ഇങ്ങനെ നിർബന്ധം പിടിക്കുമ്പോ ഞാൻ സമ്മതിക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല, എന്നാലും ഞാൻ കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യും, അവൻ എന്റെ മരുമകനായിട്ട് ഇരിക്കാനുള്ള ക്വാളിറ്റി ഉണ്ടോന്ന് എനിക്കൊന്ന് അറിയണ്ടേന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. അങ്ങനെ അമ്മമാര് സമ്മതിച്ചതിന്റെ സന്തോഷത്തില് ഇവര് ഹാപ്പി ആയിട്ട് കിസ്സൊക്കെ ചെയ്യാൻ വേണ്ടി പോവായിരിക്കും. അപ്പൊ ഹീറോയിന്റെ അമ്മ നടുക്ക് വന്ന് നിന്ന് ഇവരെ തിരിച്ചൊക്കെ വിടും. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗും ആകും. ഒരു ഏർലി മോർണിംഗ് 5 മണിയാവുമ്പോ തന്നെ ഹീറോയിന്റെ അമ്മ വന്ന് ഹീറോയിനെ തട്ടി എഴുന്നേൽപ്പിക്കും. നീ എന്താണ് ഇങ്ങനെ കിടന്നുറങ്ങുന്നത്, എഴുന്നേൽക്ക്, കുക്കിംഗ് ഒക്കെ ചെയ്യണ്ടേ, എന്റെ മകൾക്ക് നീ വേണം കുക്ക് ചെയ്ത് കൊടുക്കാനെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോയിനെ ഒരുപാട് ടോർച്ചറൊക്കെ ചെയ്യും. ആ ഓക്കെ അമ്മ ഇപ്പൊ തന്നെ കുക്ക് ചെയ്ത് തരാന്നും പറഞ്ഞിട്ട് ഹീറോയും നേരെ കിച്ചണിലേക്ക് പോകും. ഹീറോയിന്റെ അമ്മ ഇങ്ങനെ ഹീറോയിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വന്നിട്ടുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിട്ട് സുജുവാൻ നേരെ അമ്മേനെ മീറ്റ് ചെയ്യാനായിട്ട് വരും. സുജുവാന അമ്മക്ക് ഒരുപാട് ഇഷ്ടമാണല്ലോ, അങ്ങനെ വിളിച്ചിരുത്തി സംസാരിക്കാനായിട്ടൊക്കെ തുടങ്ങും. അങ്ങനെ സംസാരിക്കുന്നതിന്റെ ഇടയില് നമ്മുടെ ഹീറോയിൻ പ്രഗ്നന്റ് ആയതും മിസ്കറേജ് ആയതും അതിന്റെ കാരണം ഹീറോയാണെന്നും കൂടി സുജുവാൻ കൊളുത്തിവിടും. ഇത് കേട്ടിട്ട് അമ്മക്കും ഭയങ്കര ഷോക്കാകും. ഹീറോയിൻ പുറത്തു പോയി വന്ന ഉടനെ തന്നെ രണ്ടുപേരെയും പിടിച്ചിരുത്തിയിട്ട്, നിനക്ക് ഇങ്ങനെ മിസ്കറേജ് ആയ കാര്യം ഞാൻ അറിഞ്ഞല്ലോ, ഇതെന്തുകൊണ്ടാണ് എന്റെ അടുത്ത് നിന്ന് മറച്ചത്, നിനക്ക് ഇതൊക്കെ എങ്ങനെ സഹിക്കാനായിട്ട് പറ്റുന്നു, നീ കാരണമാണ് എന്റെ മകളുടെ ലൈഫ് ഇങ്ങനെ നാശമായിട്ട് പോയത്, നീ ഇനി എന്റെ മകളുടെ ലൈഫിലേക്ക് പോലും വരാൻ പാടില്ല, നീ കാരണമാണെന്നും പറഞ്ഞിട്ട് ഹീറോനെ ഒരുപാട് ചീത്തയൊക്കെ പറയാനായിട്ട് തുടങ്ങും. അമ്മ നിങ്ങൾ എന്താണ് ഞങ്ങളുടെ ഫീലിങ്സ് മനസ്സിലാക്കാത്തത്, ഞങ്ങൾക്ക് ഒരു കുട്ടി വരാൻ പോകുന്നു എന്ന് വിചാരിച്ച് ഞങ്ങളും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരുന്നേച്ച്, ആ കുട്ടിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്ന് അമ്മക്കറിയാമോ, ഞങ്ങൾക്കും അതിൽ ഒരുപാട് സങ്കടമുണ്ട്, ഞങ്ങളും ആ കുട്ടിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു, പിന്നെ വിധി ഞങ്ങളിൽ നിന്ന് ആ കുട്ടീനെ തട്ടിയെടുത്തു, ഞങ്ങൾക്കും അതിൽ ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടെന്ന് ഹീറോയിനും ഭയങ്കര വിഷമിച്ചൊക്കെ പറയും. അമ്മയ്ക്കാണെങ്കിൽ ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല, ഇവൻ കാരണമാണ്, കാരണമാണ് എന്റെ മകളുടെ ലൈഫ് ഇങ്ങനെ നശിച്ചു പോയെന്ന് പറഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചൊക്കെ ഇരിക്കും. ഹീറോയിന്റെ അമ്മേനെ പറഞ്ഞ് സമാധാനിപ്പിക്കാനായിട്ട് ഹീറോ പോയിട്ട് അപ്പൊ തന്നെ ഹീറോന്റെ അമ്മേനെയും കൂട്ടി വരും. അമ്മയാണെങ്കിൽ ആ ഹീറോയിന്റെ അമ്മയുടെ അടുത്ത് ചെന്ന് നിന്ന് സമാധാനത്തിൽ സംസാരിച്ച് ഡ്രിങ്ക്സ് ഒക്കെ ഒഴിച്ചു കൊടുത്ത് രണ്ടുപേരും ഭയങ്കര കുടിച്ച് അവസാനം നല്ല ഫ്രണ്ട്സ് ആയിട്ട് തന്നെ മാറും. ഇവര് രണ്ടുപേരും കൂടി ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന കാണുമ്പോഴത്തേക്കും ജിന്നിനും ഗൂയിനും ഭയങ്കര ഷോക്കാകും. ഇവിടെ വരുമ്പോ രണ്ടുപേരും മുടിക്കൊക്കെ കുത്തിപ്പിടിച്ച് തല്ലി പിടിക്കുമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത്, ദേ ഇപ്പോ രണ്ടുപേരും കൂടി ഹാപ്പി ആയിട്ട് ചിരിച്ച് കളിച്ച് സംസാരിക്കുന്നു, എന്തായാലും നിങ്ങൾ രണ്ടുപേരും നല്ല അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്ന കാണുമ്പോ ഞങ്ങൾക്കും ഹാപ്പി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് ഇവരുടെ കൂടെ ചെന്നിരിക്കും. അപ്പൊ തന്നെ ഹീറോയിന്റെ അമ്മ, അല്ല മോനെ നിങ്ങൾ എപ്പോഴാ മാരേജ് ചെയ്യാൻ പോകുന്നതെന്ന് ഹീറോന്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കും. ഇത് കേട്ട് ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഷോക്കാകും. അപ്പൊ അമ്മ സമ്മതിച്ചോ, ഞാൻ ജിന്നിനെ മാരേജ് ചെയ്യട്ടെ, അമ്മക്ക് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്കൊരു പ്രോബ്ലവും ഇല്ല, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് തന്നെ മാരേജ് ചെയ്യും, നിങ്ങളുടെ മാരേജ് കാണാനായിട്ട് ഞാനിപ്പോ വെയിറ്റ് ചെയ്തിരിക്കുവാണെന്ന് ഇങ്ങനെ പറയും. അങ്ങനെ രണ്ടമ്മമാരും മാരേജിന് സമ്മതിച്ചത് കൊണ്ട് തന്നെ ഇവർക്ക് രണ്ടുപേർക്കും ഭയങ്കര ഹാപ്പി ആകും. അങ്ങനെ എന്തായാലും ഒരു വാക്കിന് പോവാന്നും പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി കൈയൊക്കെ കോർത്ത് പിടിച്ച് പുറത്തോട്ട് നടന്നു വന്നോണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് ഹീറോന്റെ നേരെ ഒരാൾ ഓടി വരും. ഇയാള് ഹീറോന്റെ ഒരു എംപ്ലോയി തന്നെയാണ്. നമ്മുടെ ജിന്നിനെ കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ട് ഒരു പ്രോജക്ട് പബ്ലിക് ആക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടാവുമല്ലോ, അതിന് പകരമായിട്ട് പുതിയ പ്രോജക്റ്റ് ആണ് പബ്ലിക് ആക്കിയതെന്നും പറഞ്ഞിട്ട് ഹീറോന്റെ അടുത്ത് ഒരു എംപ്ലോയി വന്ന് പറയില്ലേ, ആ ഒരു എംപ്ലോയി ആണിത്. ഇയാളാണെങ്കിൽ ആ ഹീറോന്റെ അടുത്ത് വന്നിട്ട് ഭയങ്കരമായിട്ട് കെഞ്ചാനായിട്ട് തുടങ്ങും. സാർ എന്നെ കൈവിടരുത് സാർ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല, സാറിന്റെ ഫ്രണ്ട് പറഞ്ഞ പ്രകാരമാണ് പുതിയതായിട്ട് ചെയ്ത ആ പ്രോജക്റ്റ് ഞാൻ പബ്ലിക് ആക്കിയത്, അല്ലാണ്ട് എന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റൊന്നും അല്ല അത്, സാർ ഇപ്പോ എന്നെ ഒന്ന് രക്ഷിക്കണം, ഇപ്പോ ഞങ്ങള് ബാങ്ക് കറപ്റ്റിന്റെ വക്കിലാണ് ഉള്ളത്, എല്ലാവരും എന്നെ കൈയൊഴിഞ്ഞു, സാറും കൂടി എന്നെ കൈയൊഴിയാണ്ടിരിക്കണം, എന്നെ രക്ഷിക്കണോന്നൊക്കെ പറയും. ഇത് കേൾക്കുമ്പോ നമ്മുടെ ജിന്നിനും ഗൂയിനും ഭയങ്കര ഷോക്കാകും. ഹീറോന്റെ ഫ്രണ്ടാണ് ഇതിന്റെ ഇടയിൽ നിന്ന് കളിച്ചതെന്നുള്ള കാര്യം ഇവർക്ക് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തില് ഹീറോ നേരെ ഫ്രണ്ടിനെ കാണാനായിട്ട് ചെല്ലും. കണ്ട ഉടനെ തന്നെ ഭയങ്കരമായിട്ട് അടിക്കുകയൊക്കെ ചെയ്യും. എന്തിനാടാ നീ എനിക്ക് ഇത്രയും വലിയ ദ്രോഹം ചെയ്തത്, നീയാണല്ലേ ഇതിന്റെ ഇടക്ക് നിന്ന് കളിച്ചത്, നിന്നെ ഞാൻ എന്തോരം വിശ്വസിച്ചു എന്ന് നിനക്കറിയാമോ, എന്തിനാടാ നീ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് ഇങ്ങനെ ചോദിക്കും. എനിക്ക് നിന്നെ കണ്ടിട്ട് നല്ല അസൂയുണ്ട്, നീ എല്ലാത്തിനും ഭയങ്കര പെർഫെക്റ്റ് ആണ്, എനിക്ക് ഇഷ്ടമുള്ള യുണ്ണിന് പോലും നിന്നെയാണ് ഇഷ്ടം, നീ ഉള്ളത് കാരണം അവൾ എന്നെ തിരിഞ്ഞു പോലും നോക്കുന്നില്ല, അതുമല്ലാണ്ട് നീയും കൂടി കൂട്ടുനിന്ന് യുണ്ണിനെ ജയിലിലേക്ക് അഴച്ച്, എന്തൊക്കെ വന്നാലും അവള് നമ്മുടെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് അല്ലേ, അപ്പൊ ജയിലിലേക്ക് അഴക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, എന്നിട്ടും നീ അതൊന്നും ആലോചിച്ചില്ല. അതേപോലെ തന്നെ ഞാനും ജിന്നിന്റെ അടുത്ത് ചെന്ന് ഒരുപാട് കാല് പിടിച്ച്
വിളിച്ച് അപേക്ഷിച്ചു യുന്നിന്റെ മേത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു കംപ്ലൈന്റ് പിൻവലിക്കാനായിട്ട്. അവളൊന്നും എന്നെ കൺസിഡർ പോലും ചെയ്തില്ല. പിന്നെ ഞാൻ എന്തിനാണ് നിങ്ങളെ കൺസിഡർ ചെയ്യുന്നത്? അതിന്റെ ആവശ്യമൊന്നും എനിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ചെയ്ത് കൂട്ടിയതെന്ന് ഇങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ ഹീറോനും ചെറിയ രീതിയിൽ സങ്കടമൊക്കെ വരും. ഞാൻ നിന്നെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട്, അതുമല്ലാണ്ട് എന്റെ കൂടപ്പിറപ്പിനെ പോലെയല്ലേ സ്നേഹിച്ചത്. നീ പുറകിലൂടെ വന്ന് എന്നെ ചതിക്കുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചില്ല എന്ന് പറഞ്ഞിട്ട് ഹീറോ ഭയങ്കര വെക്സ് ആയിട്ട് നേരെ അമ്മയുടെ അടുത്ത് ചെല്ലും. എന്നിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും. ഇത് കേൾക്കുമ്പോ അമ്മക്കും ഭയങ്കര ഡൗട്ട് ആയിരിക്കും. എന്തായാലും അവൻ ഇതൊക്കെ ചെയ്തു കൂട്ടിയത് ഒറ്റക്കാവില്ല, സൂജുവാനും കൂടെ ഉണ്ടാകും. നമുക്ക് ഇതൊക്കെ എന്തായാലും നിന്റെ അച്ഛന്റെ അടുത്ത് ചെന്ന് പറയാ, വാ മോനെ നമുക്ക് പോവാന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ, വേണ്ടമ്മ, അതെന്തായാലും ശരിയാവില്ല. നമ്മളിപ്പോ പെട്ടെന്ന് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അച്ഛൻ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. ഓൾറെഡി അച്ഛന് വയ്യാണ്ടിരിക്കല്ലേ, അച്ഛനൊന്ന് ഓക്കെ ആയിട്ട് വരട്ടെ, അപ്പൊ നമുക്ക് പതിയെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ആ ടൈമിനാണ് ഹീറോന് ഒരു കോള് വരുന്നത്. ആ ഒരു കോള് എടുത്ത് സംസാരിച്ച ഉടനെ തന്നെ ഹീറോ ഓടി ഹോസ്പിറ്റലിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴേക്കും ഹീറോന്റെ ഫാദർ മരിച്ചിട്ടുണ്ട്. ഇതായിരിക്കും ഹീറോ കേൾക്കുന്നത്. ഹീറോ ആകെ തകർന്നു പോകും. അങ്ങനെ അച്ഛന്റെ ഫ്യൂണറൽ ഒക്കെ കഴിഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് പോയിരുന്ന് ഒരുപാട് കരയുകയൊക്കെ ചെയ്യും. ഞാൻ ഇതുവരെ അച്ഛന്റെ അടുത്ത് നല്ല രീതിയിൽ സംസാരിച്ചിട്ടില്ല. എന്തു പറയാനായിട്ട്, അച്ഛന്റെ ഫേസിൽ നോക്കി ഹാപ്പി ആയിട്ട് ചിരിച്ചിട്ട് പോലും ഇല്ല. എപ്പോഴും ഞാൻ ദേഷ്യത്തിൽ മാത്രമേ അച്ഛന്റെ അടുത്ത് ചെന്നിട്ട് പോലും ഉള്ളൂ. എനിക്കിപ്പോ അതൊക്കെ ആലോചിച്ച് ഒരുപാട് സങ്കടമൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് ഹീറോയിന്റെ അടുത്ത് പറഞ്ഞ് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയും. അങ്ങനെ നെക്സ്റ്റ് ഡേ അച്ഛന്റെ ലോയർ ഇവരെ കാണാനായിട്ട് വരും. അച്ഛന്റെ സ്വത്തില് 80% സൂജുവാനും 20% മാത്രം ഹീറോയിനുമായിട്ട് ഒരു വിൽപത്രം തയ്യാറാക്കിയിട്ടുണ്ടെന്ന് വന്നിങ്ങനെ പറയും. ഇത് കേൾക്കുമ്പോ അമ്മക്കാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാനേ പറ്റുന്നില്ല. ഇതെങ്ങനെ ശരിയാകും? വെറും 20% മാത്രം എന്റെ മകന്, ബാക്കി 80% സൂജുവാന്. ഇത് ശരിയാവില്ല. ഈ വിൽപത്രം ഫേക്ക് ആയിരിക്കും. എനിക്കറിയാം, എന്റെ ഹസ്ബൻഡ് ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ലോയർ ആണെങ്കിൽ സമ്മതിക്കില്ല. ഇല്ല, ഇത് നിങ്ങളുടെ ഹസ്ബൻഡ് കയ്യാൽ എഴുതിയ വിൽപത്രമാണ്. ഇതിൽ പറഞ്ഞ പ്രകാരം ഇനി കമ്പനിയുടെ CEO ആയിട്ട് സൂജുവാനായിരിക്കും വരാൻ പോകുന്നതെന്ന് ഇങ്ങനെ പറയും. അതേ ടൈം ഹീറോന്റെ ഫ്രണ്ട് ജിന്നിനെ മീറ്റ് ചെയ്യാനായിട്ട് ചെല്ലും. ജിന്നിനെ കണ്ട ഉടനെ തന്നെ ഒരു സോറിയൊക്കെ പറയും. അതുമല്ലാണ്ട് യുൻ എഴുതിയ ഒരു ലെറ്ററും കൂടി ഹീറോയിന്റെ കയ്യിലേക്ക് കൊടുക്കും. ഹീറോയിൻ അതെടുത്ത് വായിച്ചൊക്കെ നോക്കും. ഒരുപാട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും ആ ലെറ്റർ. ആ ലെറ്റർ വായിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഫ്രണ്ട്, നീ ഇനിയെങ്കിലും യുന്നിനെ ജയിലിൽ നിന്ന് റിലീസ് ആക്കാനായിട്ട് സമ്മതിക്കുമോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഇല്ല, ഒരിക്കലും സമ്മതിക്കില്ല. അവള് ചെയ്തതും തെറ്റാണ്. ആ തെറ്റിന്റെ പണിഷ്മെന്റ് അവള് തന്നെ അനുഭവിക്കണ്ടേ, അവള് തന്നെ അനുഭവിക്കട്ടെ. എന്തൊക്കെ വന്നാലും നീ ചെയ്തതും തെറ്റ് തന്നെയല്ലേ. നിന്നെ എത്രമാത്രം വിശ്വസിച്ചിരുന്നു എന്ന് നിനക്ക് അറിയാമായിരുന്നല്ലോ. അതുമല്ലാണ്ട് നിന്നെ സ്വന്തം ബ്രദറിനെ പോലെയാണ് ഗു കണ്ടിട്ടുള്ളത്. എന്നിട്ട് നീ അവനെ ചതിച്ചു, അത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും. ഫ്രണ്ടിനും അതിനൊരു മറുപടി കൊടുക്കാനില്ലാണ്ട് വല്ലാണ്ട് ഫീലൊക്കെ ചെയ്ത് നിൽക്കും. അങ്ങനെ നെക്സ്റ്റ് ഡേയും ആകും. ഹീറോനെയും അമ്മേനെയും അച്ഛന്റെ ലോയർ ഓഫീസിലേക്ക് വിളിപ്പിക്കും. എനിക്ക് ഈ ഒരു വിൽപത്രത്തിൽ ഒരുപാട് ഡൗട്ട് ഒക്കെ തോന്നുന്നുണ്ട്. ആദ്യം വിൽപത്രം എഴുതിയെന്നും പറഞ്ഞിട്ട് സാറ് എന്റെ കയ്യിൽ ഒരു യെല്ലോ കളറിലെ ഫയലിലാക്കിയിട്ടാണ് എല്ലാം കൂടി തന്നത്. ഇപ്പോ അത് പിങ്ക് ആയിട്ട് മാറിയിട്ടുണ്ട്. അതിൽ തന്നെ എനിക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ട്. ഇതെങ്ങനെ മാറിയെന്നൊന്നും എനിക്കറിയില്ല. നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഞാനും ഇത് ചിന്തിച്ചത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് പറഞ്ഞെന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോയും, അല്ല എന്റെ അച്ഛൻ അവസാനമായിട്ട് നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ, ഞങ്ങളെ പറ്റിയിട്ട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ എന്ന് ഇങ്ങനെ ചോദിക്കും. ഒരു പെയിന്റിങ്ങിനെ കുറിച്ച് മാത്രം എന്റെ അടുത്ത് പ്രത്യേകമായിട്ട് സംസാരിച്ചു, അല്ലാണ്ട് വേറൊന്നും സംസാരിച്ചില്ല എന്ന് പറയും. അത് ഏത് പെയിന്റിംഗ് ആണ്? ആ പെയിന്റിങ് എവിടെയാണ് ഉള്ളതെന്ന് സാറിന് അറിയുമെന്ന് ഹീറോയും ചോദിക്കും. അത് എനിക്കറിയാം, നിങ്ങളുടെ ഓഫീസില് മെയിൻ ഹോളിൽ തന്നെയാണ് ആ പെയിന്റിങ് വെച്ചിട്ടുള്ളതെന്നാണ് പറഞ്ഞെന്ന് പറയും. ഓക്കെ എന്നും പറഞ്ഞിട്ട് ഹീറോയും പോകും. അങ്ങനെ തന്നെ നെക്സ്റ്റ് ഡേ നമ്മുടെ ഹീറോയിൻ ഓഫീസിലേക്ക് വരും. ഹീറോയിൻ വന്നത് നമ്മുടെ സൂജുവാൻ ശ്രദ്ധിക്കില്ല. ഹീറോയിൻ ആണെങ്കിൽ അവിടുത്തെ പെയിന്റിങ് നോക്കുവാണെന്നുള്ള പേരില് എന്തെങ്കിലും അതിലുണ്ടോന്ന് അറിയാനായിട്ട് ചെക്ക് ചെയ്യും. അതിനിടയിൽ നിന്ന് ഒരു ചെറിയൊരു ചിപ്പും കിട്ടും. അത് എടുത്തുകൊണ്ട് ഹീറോയിൻ അവിടെ നിന്ന് പോകും. അങ്ങനെ നെക്സ്റ്റ് ഡേ സൂജുവാൻ ഒഫീഷ്യലായിട്ട് ആ ഒരു കമ്പനിയുടെ CEO ആയിട്ട് മാറാൻ വേണ്ടി പോവാണ്. അതിനുള്ള സ്പീച്ചൊക്കെ എല്ലാവരുടെയും മുമ്പിൽ നിന്ന് കൊടുത്തോണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിനാണ് ബാക്ക്ഗ്രൗണ്ടിൽ ഒരു വീഡിയോ പ്ലേ ആവുന്നത്. അതില് നമ്മുടെ ഹീറോന്റെ ഫാദർ മരിക്കുന്നതിന് മുമ്പ് റെക്കോർഡ് ചെയ്ത വീഡിയോ ആയിരിക്കും. അതില് ഫാദർ നിന്ന് പറയുന്നുണ്ട്, എന്റെ സ്വത്തില് 80% ഗുവിനും ബാക്കിയുള്ള 20% സൂജുവാനുമായിട്ടാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഗു, നിനക്ക് എന്നോട് ദേഷ്യമുണ്ടെന്ന് എനിക്കറിയാം. ഞാൻ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് മോനെ നിന്നെ കൺസ്ട്രക്ഷൻ സൈറ്റിലേക്ക് വിട്ടത്. നീ എന്റെ അടുത്ത് ക്ഷമിക്കില്ലേ മോനെ? ഞാൻ എന്തായാലും ഒരുപാട് സോറിയൊക്കെ പറയുവാണെന്ന് ഹീറോന്റെ അടുത്ത് പറയും. അതിനുശേഷം സൂജുവാനോടും അച്ഛൻ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. എനിക്ക് നിന്റെ അടുത്ത് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്. ഒരുപാട് നാൾക്ക് ശേഷമാണ് എന്റെ മകൻ തിരിച്ചു വന്നിട്ടുള്ളത്. അതിന്റെ സന്തോഷമൊക്കെ എനിക്കുണ്ട്. എനിക്ക് ഇനി മരിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്റെ 2
ആൺമക്കളും ഒരുമിച്ച് ഒരേപോലെ പോകണമെന്നാണ് എന്റെ ആഗ്രഹം. രണ്ടുപേരും കൂടി ഒരുമിച്ച് നിന്ന് ഈ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം. അതിൽ നിന്ന് കിട്ടുന്ന ലാഭത്തിന്റെ 50% സൂജുവാനായിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് ഗുവിന്റെ അടുത്തും കൂടി പറയും. ഈ ഒരു വീഡിയോ കണ്ടിട്ട് സൂജുവാൻ ഭയങ്കര ഷോക്കായിട്ട് നിൽക്കും. എല്ലാ കാര്യങ്ങളും ഞാൻ പക്കായായിട്ട് ക്ലിയർ ചെയ്ത് വെച്ചതായിരുന്നല്ലോ, ഇങ്ങനെ ഒരു വീഡിയോ ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ലല്ലോ എന്നും പറഞ്ഞിട്ട് ഷോക്കായിട്ട് നിൽക്കുമ്പോ നമ്മുടെ ഹീറോയും അമ്മയും നമ്മുടെ ജിന്നും കൂടി അങ്ങോട്ടേക്ക് കയറി വരും. നീ ഒരുപാട് ഗെയിം ഒക്കെ കളിച്ചു, പക്ഷെ അതെല്ലാം എന്റെ അച്ഛൻ തന്നെ തകർത്തു. അച്ഛൻ ഇങ്ങനെ ഒരു വീഡിയോ എനിക്ക് വേണ്ടിയിട്ട് മാറ്റി വെക്കുമെന്ന് നീ ഒരിക്കലും വിചാരിച്ചില്ല അല്ലേ? ഇനിയിപ്പോ നിനക്ക് ഇവിടെ സ്ഥാനമൊന്നുമില്ല, നിനക്കറിയാലോ. ഇനി ഇവിടത്തെ CEO ഞാനാണ്, നിനക്കിനി ഇവിടെ നിന്ന് പോവാന്ന് പറയും. ഇത് കേൾക്കുമ്പോ സൂജുവാനും വല്ലാണ്ടൊക്കെ ആവുന്നുണ്ട്. അങ്ങനെ ഭയങ്കര ദേഷ്യത്തില് അവിടെ നിന്ന് സൂജുവാൻ ഇറങ്ങി പോകും. അങ്ങനെ ഹീറോന്റെ വർക്കൊക്കെ ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിന് സൂജുവാന്റെ അടുത്ത് നിന്ന് ഹീറോന് ഒരു മെസ്സേജ് വരും. എനിക്ക് നിന്റെ അടുത്ത് സംസാരിക്കാനുണ്ട്, പ്ലീസ് ഒന്ന് റൂഫ് ടോപ്പിലേക്ക് വരുവാന്നും ചോദിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ തന്നെ ഹീറോ സൂജുവാനെ മീറ്റ് ചെയ്യാനായിട്ട് റൂഫ് ടോപ്പിലേക്ക് ചെല്ലും. ഹീറോനെ കണ്ട ഉടനെ തന്നെ നീ മാത്രം എങ്ങനെ സന്തോഷിച്ചിരിക്കുന്നു, എനിക്ക് ഇതൊക്കെ കണ്ടിട്ട് സഹിക്കാനേ പറ്റുന്നില്ല. നീയും നിന്റെ ഫാമിലിയും കാരണമാണ് എന്റെ അമ്മ മരിച്ചു പോയിട്ടുള്ളത്. എന്നിട്ടും നീയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇരിക്കുവാണല്ലേ? ഞാനിപ്പോ തോറ്റു, നീ എന്നെ തോപ്പിച്ചു എന്നുള്ള അഹങ്കാരത്തിലായിരിക്കുമല്ലേ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഹീറോനെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങും. ആ ടൈമിനാണ് ഹീറോന്റെ അമ്മയും ഹീറോയിനും കൂടി ഓഫീസിലേക്ക് വരുന്നത്. അവിടെ വരുമ്പോ ഹീറോനെ കാണുന്നില്ല. ജിന്ന അപ്പോഴാണ് ഹീറോന്റെ മൊബൈൽ അവിടെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെ തന്നെ അത് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോ സൂജുവാന്റെ മെസ്സേജ് കാണും. ഇത് കണ്ട ഉടനെ തന്നെ ജിന്നും അമ്മയും കൂടി നേരെ റൂഫ് ടോപ്പിലേക്ക് ചെല്ലും. അവിടെ ചെല്ലുമ്പോഴോ സൂജുവാൻ ഒരു കത്തി എടുത്തിട്ട് ഗോവിന്റെ നെഞ്ചിലേക്ക് കുത്തിയിറക്കാൻ പോകുന്ന സീനായിരിക്കും കാണുന്നത്. ഇത് കാണുമ്പോ അമ്മക്ക് ഒരുപാട് ഷോക്കാകും. എന്റെ മോൻ ഒന്നും ചെയ്യരുത്, എന്റെ മോൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മാത്രമേ എന്റെ മകൻ ശ്രമിച്ചിട്ടുള്ളൂ, ഞാനാണ് എല്ലാ തെറ്റും ചെയ്തത്, എന്റെ മകനെ ഒന്ന് വെറുതെ വിട്, നീ വേണമെങ്കിൽ എന്നെ കൊന്നോ, ഞാനല്ലേ എല്ലാ തെറ്റും ചെയ്തത്. എന്റെ ഹസ്ബൻഡിന് എന്റെ മകനല്ലാണ്ട് വേറൊരു മകനും കൂടി ഉണ്ടെന്ന് അറിഞ്ഞതിന്റെ സങ്കടത്തിലാണ് എല്ലാം ചെയ്തത്. എന്നാലും നിന്റെ അമ്മേനെ കൊല്ലാനൊന്നും ആരുടെ അടുത്തും ഞാൻ പറഞ്ഞിട്ടില്ല. നിന്നെ കണ്ട് നിനക്ക് എന്താണ് ആവശ്യം എന്നറിഞ്ഞ് നിനക്ക് ക്യാഷ് കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ വേണ്ടി മാത്രമേ അസിസ്റ്റന്റിനെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വിട്ടിട്ടുള്ളൂ, അല്ലാണ്ട് നിനക്ക് ആക്സിഡന്റ് ആക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതുമല്ലാണ്ട് തനിക്കൊരു ചേട്ടൻ ഉണ്ടെന്ന് അറിഞ്ഞ് നിന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുവും അങ്ങോട്ടേക്ക് വന്നത്. ആ ടൈമിനാണ് ആക്സിഡന്റ് ആയിട്ടുള്ളത്. ആ ആക്സിഡന്റിൽ നിന്റെ കാല് എങ്ങനെ പാരലൈസ്ഡ് ആയോ അതേപോലെ തന്നെ ഗുവിനും ഒരുപാട് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ട്. അതുമല്ലാണ്ട് അവന്റെ ഹാർട്ട് പോലും ഫെയിലിയർ ആയി. ഇപ്പോ അവന്റെ ഹാർട്ട് അല്ല അവന്റെ ഉള്ളിലുള്ളത്, അതും കൂടി നീ മനസ്സിലാക്കണോന്ന് പറയും. ഇത് കേൾക്കുമ്പോ സൂജുവാനും ഭയങ്കര ഷോക്കാകും. അപ്പോ ഒരു കാര്യവും ഇല്ലാണ്ടാണ് ഞാൻ റിവെഞ്ച് ചെയ്യാനായിട്ട് വന്നത്. അപ്പോ ഈ ഭൂമിയിൽ ഞാൻ ജീവിക്കാനായിട്ട് അർഹനല്ല, ഞാൻ മരിച്ചു പോയിക്കോളാം, എനിക്കിനി ഈ ഭൂമിയിൽ ആരാ ഉള്ളതെന്നും പറഞ്ഞിട്ട് ആ ഒരു കത്തി കൊണ്ട് കുത്തി മരിക്കാനായിട്ട് പോകും. പക്ഷെ ഹീറോ വന്ന് തടുത്തിട്ട് നിങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്യരുത്, നിങ്ങൾ എന്റെ കൂടെ സപ്പോർട്ടിനായിട്ട് എന്നും ഉണ്ടാകണം ചേട്ടാന്ന് ഇങ്ങനെ സ്നേഹത്തോടു കൂടി ചേട്ടാന്ന് സൂജുവാനെ വിളിക്കും. ഇത് കേട്ട് സൂജുവാനും എന്തോ പോലെ ആകും. അങ്ങനെ വിഷമിച്ച് ഭയങ്കരമായിട്ട് ഇരുന്ന് കരയാനായിട്ടൊക്കെ തുടങ്ങും. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം കാണിക്കാണ് ഹീറോയും അമ്മയും കൂടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ സൂജുവാൻ ചെയ്ത തെറ്റുകളൊക്കെ സ്വയം ഏറ്റു പറഞ്ഞ് ജയിലിലേക്ക് പോയി. അവൻ തിരിച്ചു വരുമ്പോ നമുക്ക് 3 പേർക്കും കൂടി നല്ലൊരു ഹാപ്പി ഫാമിലി ആയിട്ട് ജീവിക്കണം, അതാണ് ഇനി എന്റെ അവസാനത്തെ ആഗ്രഹം എന്നൊക്കെ ഇങ്ങനെ പറയും. അങ്ങനെ ഹീറോ ഓഫീസിലേക്ക് ചെല്ലും. ഹീറോയും ജിന്നും കൂടി ഒരു പ്രൊജക്ടിന്റെ കാര്യം ക്ലയൻസുമായിട്ട് ഇരുന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ആ ടൈമിനാണ് ഹീറോന്റെ അമ്മ കോള് ചെയ്യുന്നത്. എടാ എത്രയും പെട്ടെന്ന് ഒന്ന് പുറത്തേക്ക് വാ, ഒരു കാര്യമുണ്ട്, ഇവിടെ ഭയങ്കര പ്രോബ്ലം എന്ന് പറയും. ഇത് കേൾക്കുമ്പോ തന്നെ ഹീറോ ഭയങ്കര ഷോക്കായിട്ട് ഓടി പുറത്തേക്ക് വരും. പുറത്ത് വരുമ്പോഴാണെങ്കിൽ അമ്മ ഒരു ബാനറൊക്കെ സൈഡിൽ വെച്ചിട്ടുണ്ടാകും. ഗു വെറ്റ്സ് ജിൻ എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അതിൽ എഴുതിയിട്ടുള്ളത്. ഇത് കണ്ടിട്ട് ഹീറോയും ജിന്നും കൂടി ഒന്ന് ചിരിക്കും. അമ്മയാണെങ്കിൽ ഇന്നേ നിങ്ങളുടെ മാരേജ് ആണ്, നിങ്ങൾ ഇന്ന് ഇവിടെ വെച്ച് മാരേജ് ചെയ്യാൻ വേണ്ടി പോവാണെന്ന് പറയും. ഇത് കേൾക്കുമ്പോ ഹീറോയിൻ അയ്യോ ഇന്ന് ടൈമില്ല, ഇവിടെ കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ആണ്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോരെന്ന് ഇങ്ങനെ ചോദിക്കും. ഹേയ് പറ്റില്ല, ഇന്ന് തന്നെ മാരേജ് ചെയ്യണം, എനിക്ക് ഇനി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയും. അപ്പൊ തന്നെ ഹീറോ എന്തായാലും ഇന്നത്തെ പെൻഡിങ് വർക്കൊക്കെ അവിടെ തന്നെ കിടക്കട്ടെ, നമുക്ക് മാരേജ് ചെയ്യാം, അതിനുശേഷം വർക്കൊക്കെ നോക്കാന്നും പറഞ്ഞിട്ട് ഹീറോ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മുടെ ജിന്നിനെ പൊക്കിയെടുക്കും. എല്ലാവരും ഇതൊക്കെ കണ്ട് ക്ലാപ്പ് ഒക്കെ ചെയ്യാനായിട്ട് തുടങ്ങും. എന്തായാലും നല്ലൊരു ഹാപ്പി മൊമെന്റിലൂടെ ഈ ഒരു ഡ്രാമ ഇവിടെ എൻഡ് ആവുകയാണ്. ഇനി നെക്സ്റ്റ് യു ആർ മൈ ഡിസയറുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. ആ ഒരു ഡ്രാമ ഇനി ഡെയിലി ഉണ്ടാകും. അതിന്റെ ഇടയിൽ നമ്മുടെ യു ആർ മൈ പെറ്റും കൂടി ഞാൻ തീർക്കും. അപ്പോ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുക. പുതിയ കൂട്ടുകാരെങ്കിലും നമ്മുടെ ഈ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെയുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കുക. കൂടെ തന്നെ വീഡിയോക്ക് ഒരു ലൈക്കും വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റിലൂടെയും അറിയിച്ച് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോ നെക്സ്റ്റ് ഡ്രാമയുമായിട്ട് വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.